ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവസാനം അവൻ്റെ കല്യാണവും കഴിഞ്ഞേട്ടാ. അങ്ങനെ എൻ്റെ കൂടെ പഠിച്ച 10ാം ക്ലാസ്സിലെ സന്തോഷിൻ്റെ കല്യാണമായിരുന്നു കേട്ടാ. കുറേ ദിവസമായി വേണ്ട വേണ്ടാന്ന് പറഞ്ഞിട്ട് അവസാനം അവനും കെട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എന്താ പറയുക, എല്ലാവിധ ആശംസകളും തരുന്നു. ഓൾ ദ ബെസ്റ്റ് ഡിയർ. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച അജിത്ത് ഉണ്ടായിരുന്നു, അൻസില ഉണ്ടായിരുന്നു, അവളുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു കേട്ടാ. വേറെ ഫ്രണ്ട്സൊക്കെ ഓൺ ദ വേ ആണ്. പിന്നെ കുറച്ച് പേരൊക്കെ ഈവനിങ്ങിനെ വരുന്നുള്ളൂ എന്ന് പറഞ്ഞേട്ടാ. അങ്ങനെ അവസാനം സദ്യയുടെ സമയമായി. നമ്മൾ അടിപൊളിയായിട്ട് സദ്യ കഴിച്ചിട്ടാ. കുറേ ദിവസമായി സദ്യ കഴിച്ചിട്ട്, നോമ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറേ നാളത്തിന് ശേഷമാണ് സദ്യ കഴിക്കുന്നത്. പിന്നെ ലാസ്റ്റത്തെ ഹൈലൈറ്റ് വന്നിട്ട് ബോളിയും പായസം തന്നെയാണ്. കല്യാണത്തിന് വന്നതിൻ്റെ കുറച്ച് അടുത്ത് തന്നെയായിരുന്നു ജിബിൻ്റെ വീട് കേട്ടോ. അപ്പോൾ അവിടെ വന്നിട്ട് പോയില്ലെങ്കിൽ എന്തായാലും നല്ല പരാതി കിട്ടും. അതുകൊണ്ട് പിന്നെ അവിടെയും കൂടെ കയറാമെന്ന് കരുതി കേട്ടാ. അങ്ങനെ അവിടെ കയറിയപ്പോൾ പിന്നെ അവൻ പറയേണ്ട ജ്യൂസും കുറേ പപ്സ് ബിസ്ക്കറ്റ് എന്ന് വേണ്ട കുറേ സംഭവങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് തീറ്റിപ്പിച്ചു. അത് കഴിഞ്ഞ് അവരുടെ കല്യാണ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ട് കുറേ നേരം ഇരുന്നിട്ട് പിന്നെ കുറേ നേരം നടക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ ഒന്നും പറയണ്ട, അവൻ വിടുന്നില്ലായിരുന്നു, അവനും വൃന്ദയും കൂടെ. പിന്നെ ഒരു വിധത്തിൽ അവിടെ നിന്ന് ചാടിയെന്ന് തന്നെ പറയാം. പിന്നെ അവസാനം വൈകിട്ടായപ്പോഴത്തേക്ക് ഞാൻ നേരെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ എൻ്റെ അനിയത്തിയുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും അതൊക്കെ നോക്കി ചെറിയ ചെറിയ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കേക്ക് കട്ട് ചെയ്ത് നന്നായിട്ട് കഴിച്ചു. കേക്കിൻ്റെ പിന്നെ ഇന്ന് മൊത്തം ഫുഡായിരുന്നു, അടിപൊളി ഫുഡുകളായിരുന്നു. എന്തായാലും ഇന്നത്തെ ദിവസം പൊളിയായിരുന്നു. ലാസ്റ്റ് പായസവും ബാക്കി കേക്കൊക്കെ പാക്ക് ചെയ്തിട്ട് നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ.